വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. എന്താണ് പുതിയ കിച്ചൺ എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ കുറേ അപ്ഡേറ്റ്സ് പറയാനുണ്ട്, ലൈവ് അപ്ഡേറ്റ്സ് പറയാനുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇന്ന് പക്ഷേ ഞാനൊരു സാധനം ട്രൈ ചെയ്യാൻ പോകണം. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഡ്രാമാസിൽ അഡിക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ടൊപ്പോക്കി. ഓക്കെ, അപ്പോൾ ഞാൻ റീസെൻ്റ്ലി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് ടൊപ്പോക്കി ഇതാണ് കേട്ടോ. ടൊപ്പോക്കി എനിക്ക് നമ്മുടെ മാഗി, ഇൻസ്റ്റൻറ്റ് മാഗി നൂഡിൽസ് മാതിരിയുള്ളൊരു സാധനമാണ് ഇത്. അവർ എനിക്ക് തോന്നുന്നു കൊറിയൻസിൽ ഹോം മെയ്ഡാണ് അവർ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നോൺ വെജ് വേർഷനും ഉണ്ടായിരുന്നു, വീഗൻ വേർഷനും ഉണ്ടായിരുന്നു. ഞാൻ വീഗൻ വേർഷനാണ് വാങ്ങിയിരിക്കുന്നത്. 2 പേർക്കുള്ള സെർവാണ്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൊറിയൻ ഡിഷ് കഴിക്കുന്നത്, അതർ ദാൻ ന്യൂഡിൽസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ടൊപ്പോക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ടൊപ്പോക്കി ഉണ്ടാക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ എന്നിട്ട് ഒറിജിനൽ റെസിപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. എനിവേ, നമുക്ക് ഇന്ന് ഇത് ഇൻസ്റ്റൻറ്റ് പാക്കാണ്. ഇന്ന് നമുക്കിത് കുക്ക് ചെയ്യാം. എങ്ങനെയാണോ എന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ കൊറിയൻ ഡ്രാമാസിൽ മാത്രമാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ പിക്ചറ്. ഇങ്ങനെ വരണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. റൈറ്റ്, 2 പേർക്കുള്ള അളവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഇത് 2 പേർക്ക് കൊള്ളില്ല. ഈശ്വര, നൂഡിൽസ് വാങ്ങേണ്ടി വരുമോ? ഇല്ലല്ല, 2 പാക്കറ്റ് ഉണ്ട്. ഓക്കെ, 2 പാക്കറ്റ് ഉണ്ട്. ആൻഡ് വേറൊരു മസാല പാക്കറ്റും ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് റൈസ്, നമ്മുടെ ഇടിയപ്പം മാതിരി, ഇടിയപ്പത്തിൻ്റെ വേറൊരു ഷേപ്പാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാക്കഡാണ്, ഇൻസ്റ്റൻറ്റ് പാക്കഡാണ്. അപ്പോൾ ഇതിലെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് 2 പേർക്ക് ഏകദേശം 300 ml വെള്ളം വേണം എന്നുള്ളതാണ്. കിച്ചൺ ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് പകുതി സാധനങ്ങളും എവിടെയാണെന്നുള്ളത് അറിയില്ല. ഇനിയും ലോട്ട് ഓഫ് തിങ്സ് ഐ ഹാവ് ടു അറേഞ്ച്. കണ്ടില്ലേ, കിച്ചൺ ഒരു മെസ്സാണ്. ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ കിച്ചൺ ഇത്ര മെസ്സായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 250 ml കപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 1 കപ്പ് നിറച്ചിട്ട് ഇതിൽ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് 2 പേർക്ക് 300 ml ആണ്. പിന്നെ 250, ഇതിൽ കുറച്ചുകൂടെ 250 1 കപ്പും പിന്നെ 1 കപ്പ് കൂടെ 1 കപ്പ് പിന്നെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 2 പാക്കറ്റും ഇതിലേക്ക് സ്റ്റൗവിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് എനിക്കത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ക്യാമറ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ആഡ് ചെയ്യരുത്. റൈസ് ന്യൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മണമുണ്ട് കേട്ടോ. അരിയുടെ മണമാണോ വരുന്നത്, പക്ഷെ അല്ലാതെ എന്തോ ഫ്ലേവർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ എഴുതിയിരിക്കുന്നത് വെറും അരിപ്പൊടിയും സോൾട്ടും മാത്രമേ ഉള്ളൂ. അതെ, അതിൻ്റെ മണത്തിൻ്റെയാണ് വരുന്നത്. എനിവേ വിൽ ട്രൈ. എന്നിട്ട് ഈ മസാല പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാനുണ്ട്. മസാലപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ക്യാമറ അടുത്ത് വെച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ ടൊപ്പോക്കിയുടെ ബേസ് ഇരിക്കുന്നത്, കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്ന മസാല പാക്കറ്റ്. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുക്കാം. നല്ല മസാല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാഗി മസാലയല്ല, എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്.
ഇതിലേക്ക് ഏകദേശം 300 ml വെള്ളം. അയ്യോ ഇത് ഒരാൾക്കേ പറ്റുള്ളൂ, 2 പേർക്ക് ഇത് പോരാൻ തോന്നണം. കുക്കായിട്ട് ഇനി വലുതായിട്ട് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഹൈ ഹീറ്റിലേക്ക് വയ്ക്കാം, എന്നിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 minutes ബോയിൽ ചെയ്യണം. അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് 1 minute അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ആ ടൈമർ ഇട്ടിട്ട് ഒരു 3 minute ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ പോവാണ്. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് 1 minute വേവിക്കണം എന്നാണ് ഇൻസ്ട്രക്ഷൻ ഉള്ളത്. ഓക്കെ, ഇത് എനിക്കൊരു നല്ല സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടിട്ടുള്ള ടൊമാറ്റോ സൂപ്പ് മാതിരി തോന്നുന്നുണ്ട് കളറ് കാണുമ്പോൾ. ലെറ്റ് ഇറ്റ് കുക്ക്. 3 minute ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. 3 minute ശേഷം ഞാൻ കാണിച്ചു തരാം. അടച്ചു വെച്ചിട്ട് 1 minute ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം കേട്ടോ. അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി, എല്ലാം പുറത്ത് പോകുന്നുണ്ട്. പകുതി വെള്ളം ഇവിടെ സ്റ്റവിന് പുറത്താണ് ഇരിക്കുന്നത്. ഇല്ല, ഇത് 2 പേർക്ക് ഒട്ടും പോരാ, ഒരാൾക്കുള്ള അളവേ ശരിക്കും പറഞ്ഞാലുള്ളൂ. എന്തായാലും ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ടപ്പോക്കി ഞാൻ അവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. പകുതി സോസ് സ്റ്റൗവിലാണ് ഉള്ളത്. അടച്ചു വെച്ചിട്ട് നമ്മൾ 1 minute കുക്ക് ചെയ്യാൻ നോക്കി. അടച്ചു വെച്ച് കുക്ക് ചെയ്തതിൽ പകുതി സാധനങ്ങളും പകുതി വെള്ളവും പുറത്താണ് പോയത്. ആ മസാല വാട്ടർ മുഴുവൻ പുറത്ത് പോയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിലേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ബട്ട് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല. ഒന്നാമത് 2 പേർക്കുള്ള അളവ് ഇത് ഈ ഒരു പ്ലേറ്റിലുള്ളതേ കിട്ടിയുള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് പോരാ, ഇത് ഒരാൾക്കുള്ള അളവേ ഉള്ളൂ. ഓക്കെ, ഞാൻ വിചാരിച്ചു വലുതാവുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും വലുതൊന്നും ആയില്ല. പാസ്ത മാതിരിയാണ്, ച്യൂവബിളാണ്. സോസ് സ്വീറ്റ് ഉണ്ട്, കുറച്ച് എരിവുണ്ട്, കുറച്ച് മസാല. നമ്മുടെ ഗരം മസാലയുടെ മുഴുവൻ സ്പൈസ് ഇല്ല, പക്ഷെ എന്നാലും ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. റൈസിൻ്റെ ടേസ്റ്റ് നല്ലോണം വരുന്നുണ്ട്. ഞാൻ സോസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുകയാണ്. ഷുഗർ, റെഡ് പെപ്പർ പൗഡർ, റെഡ് ചില്ലി പേസ്റ്റ്, സോൾട്ട്, കോൺ സ്റ്റാർച്ച്, റെഡ് ചില്ലി പേസ്റ്റ്, ടേസ്റ്റ് സീസണിങ്, ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, സിട്രിക് ആസിഡ്. അതാണ് ചെറിയ പുളി വന്നത്. പ്രത്യേകിച്ച് വിഷയമൊന്നും എനിക്ക് തോന്നിയില്ല. എൻ്റെ ഫേവറേറ്റ് ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇതായില്ല. എനിക്ക് ഇനി തോന്നുന്നു നമ്മളിനി വീട്ടിൽ തന്നെ ഒന്നുകൂടെ ഇങ്ങനെ എന്താണെന്നൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല. ഭയങ്കര ചുവബിളാണ് കേട്ടോ, ചവച്ചിട്ട് പോരാ. പാക്കറ്റ് അല്ലാതെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എരിവ് നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹരിയും കൂടെ ഇതെങ്ങനെയും കഴിക്കട്ടെ. അതെങ്ങനെയും കഴിക്കട്ടെ എന്നല്ല, ഇത് പെട്ടെന്ന് ചെയ്യും. വേറെ വല്ല ഓർഡർ ചെയ്യുക, വേറെ നൂഡിൽസ് വല്ല ഉണ്ടാക്കേണ്ടി വരും. ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് വിടോ. ഇതുപോലെ വല്ലതും കിട്ടുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഇനി ഇൻസ്റ്റൻറ്റ് പാക്ക് പരീക്ഷണമില്ല, ഇതിലില്ല. കേരള പ്രാന്ത് കയറിയിട്ട് വാങ്ങിയതാണ്.
യെസ്, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ബൈ ബൈ.